എന്നതാണ് യാസ്മി അവിടെ ഒരു ഒച്ച കേട്ടത്? അത് ജിമ്മി അമ്മച്ചി. പിടിച്ചു കെട്ടടി അവനെ. ആ കെട്ടിക്കോളാ. അവനൊക്കെ കെട്ടിയിട്ട് വിഷം കൊടുത്തു കൊല്ലണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും സാഹസം കാട്ടിട്ട് എന്റെ പുറകെ കിടക്കാൻ ഒരു ഉടുപ്പില്ലേ? ജിമ്മി എന്താ ഗോ ഗോ. എന്നാലും ഈ കുരുട്ടുബുദ്ധി എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? പിന്നെ ഒരു കുപ്പി കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഒരു ചതിയനായിട്ട് നീ എന്നെ കാണരുത്. ഇനി മേടിച്ചു തരണം. കാര്യം നടക്കട്ടെ, 1 2 ഞാൻ വാങ്ങിച്ചു തരും. ആണോ? എന്നാ ഓക്കെ, നാളെ ഗോത വെച്ച് വേണം. ഓക്കെ ഓക്കെ. ഇവനെ കൊണ്ട് ചിലതൊക്കെ ഞാൻ സാധിക്കും. യവനെ കൊണ്ട് ഞാൻ കുറെ കൂട്ടിക്കും. ഇത്തവണത്തെ വട്ടത്തിൽ മത്തച്ചൻ സ്മാരക വോളിബോൾ ടൂർണമെന്റ് ജനകീയാടിസ്ഥാനത്തിൽ, അതായത് നിങ്ങളെപ്പോലെ സാധാരണക്കാരായ നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടെ നടത്താനാണ് തീരുമാനം. അതുകൊണ്ടാണ് കുന്നത്തെ മാത്തുവിനെയും സോഡ ജോസിനെയും ഷാപ്പിലെ പാപ്പിയെയും വരെ ഇതിൽ പങ്കെടുപ്പിച്ചത്. ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. നമസ്കാരം. ഇത് ബ്രദേഴ്സ് ക്ലബാണ്. വിളിക്കാത്തവർ അഭിപ്രായം പറയണ്ട. ഈ നാട്ടിൽ വെച്ച് നടത്തുന്ന ടൂർണമെന്റ് ആണെങ്കിൽ ഞങ്ങൾ പറയുന്ന കൂടെ കേൾക്കും. അത് ശരിയാ. ഇത്തവണ പുറത്തുനിന്ന് കളിക്കാരെ ഇറക്കി കളിക്കാൻ പറ്റത്തില്ല. ഈ നാട്ടിലുള്ളവരൊക്കെ തന്നെ കളിപ്പിച്ചാൽ മതി. നീയൊക്കെയല്ലേ ഇവിടുത്തെ കളിക്കാര്. നിന്നെയൊക്കെ വെച്ച് കളി നടത്തിയാൽ സ്വന്തം വീട്ടുകാര് പോലും കളി കാണാൻ വരത്തില്ല. എടാ, പൈസ ഉള്ളവൻ പൈസ മുടക്കി കിണ്ണം കളിക്കാരെ ഇറക്കും. അത് കാണാനാ നാട്ടുകാരിരിക്കുന്നത്. പൂച്ച പറ്റത് പൂച്ച തന്നെ തിന്നു പറഞ്ഞ പോലെ ഇവൻ തന്നെ കളി നടത്തും. എന്ത് കള്ളക്കളിയും കളിച്ച് ഇവൻ തന്നെ ജയിക്കും. നാണത്തിനാടാ ഞാൻ തുണി എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളെ കളിപ്പിച്ചില്ലെന്ന് വേണ്ട. കാശുണ്ടെങ്കിൽ നിങ്ങളും ആളെ ഇറക്കി ടീം ഇട്ടോ, എന്നിട്ട് ജയിച്ചോ അല്ലേ? കണ്ട കണ്ട കണ്ട, അത് പറഞ്ഞപ്പോ അവന്റെ നാക്കിറങ്ങിപ്പോയി. ഇതേ നിങ്ങളുടെ ചട്ടിപ്പന്തി കളിയല്ല, വലിയൊരു കളിക്കുന്ന കളിയാ, വോളിബോൾ. വലിയവരെന്ന് പറഞ്ഞ കൈ ചിക്കിലുള്ള നമ്മുടെ ബോസ്കോയെ പോലുള്ള മാന്യന്മാർ. അതെ. പക്ഷേ ഈ പാവങ്ങൾ എന്ത് ചെയ്യും? അയ്യോ, ഒരു അവതാരം ചെയ്യാം. ഔട്ട് പറക്കാൻ ബോൾ ബോയ്സിന് പകരം നിങ്ങൾ നിന്നോ. അതാവുമ്പോ ടിക്കറ്റ് എടുക്കാതെ കളിയും കാണാലോ. ഇത്തവണ അള്ളിമൂല ഗ്യാങ്ങിന്റെ പേരിൽ ഒരു ടീം ഉണ്ടാവും. ബോധത്തോട് നീ പറയുന്നേ, നമ്മളൊന്ന് ടൂർണമെന്റ് മുടക്കാനല്ലേ, നടത്താനല്ലോ. വെല്ലുവിളി കൊള്ളാം. കാര്യത്തോട് അടുക്കുമ്പോ ഈ ആവേശം ഉണ്ടാവണേ. നാട് വിട്ടേക്കരുതേ. ഇവന്മാര് ടീമിട്ട സ്ഥിതിക്ക് ഇക്കൊല്ലത്തെ ആദ്യത്തെ ബെറ്റ് പരസ്യമായി ഞാൻ ഇവരോട് തന്നെ വെക്കുന്നു. ബെറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ നിങ്ങൾ ജയിച്ചാൽ ഞാൻ എന്ത് വേണേലും തരും. എന്തും. അതാണ് ബോസ്കോ മുതലാളി. ബോസ്കോയെ വാക്ക് പറഞ്ഞ വാക്കാ. വേണമെങ്കിൽ ബോസ്കോയുടെ പെങ്ങള് ജാസ്മിൻ കൊച്ചിനെ വരെ നിനക്ക് കെട്ടിച്ചു തരും. പേടിക്കണ്ട, ഇതെന്റെ ഒരു നമ്പറാ. ബോസ്കോയ്ക്ക് ഗുണമുള്ള ഒരു കാര്യം കൂടി എന്റെ ഉണ്ട്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പിരിയാണ്. നീ പിടിച്ചോ, എന്റെ വീട് വിറ്റിട്ടാലും ശരി, ഒരു കൈ നോക്കാം. ദേ ഇപ്പൊ പറഞ്ഞു ഉറപ്പാണല്ലോ, ബെറ്റ് ഞങ്ങൾ പിടിച്ചു. പക്ഷേ നിങ്ങൾ തോറ്റാൽ പകരം ജിമ്മിയുടെ പെങ്ങളിൽ ലില്ലിക്കുട്ടിയെ ബോസ്കോയ്ക്കും കെട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ സന്തോഷായ നമുക്ക് വേണ്ടി ടോം ജോസഫ് ഇറങ്ങാൻ പോകുന്നത്. യവന്മാര് റഷ്യയിൽ നിന്ന് ആളെ ഇറക്കേണ്ടി വരും നമ്മളെ പിടിക്കാൻ. ഒന്നും പറഞ്ഞില്ല. ഉറപ്പിച്ചു. ടൂർണമെന്റ് പൊളിക്കാൻ വന്ന നമ്മളിപ്പോ ടീം വിട്ട് ബെറ്റും വെച്ച്. സത്യം പറഞ്ഞ ജാസ്മിനെ കെട്ടാൻ പറ്റില്ല, നിന്റെ പരിപാടി ആയിരുന്നില്ലത്. അല്ല പിന്നെ നോക്ക്, ഇവൻ നമുക്കിട്ടൊരു പണി തന്നവന്. ഇനിയോ നമ്മുടെ കളത്തിൽ നിന്ന് ജയിച്ചിട്ട് പോണോ? ഒന്ന് നാണം കെടുത്തി വിടണ്ടേ?
കൂടെ നിന്നിട്ട് ചതിക്കുന്നോടാ. ഇങ്ങോട്ട് പോടാ. പിന്നെ ഞാൻ എന്നെ എന്തിനാ തല്ലുന്നത്? ഞങ്ങളിരിക്കുമ്പോ ജാസ്മിന്റെ പേരെടുത്തിടാൻ നീ ആരാ? ഇവിടെ അപ്പനോ? എന്നാ പിന്നെ അപ്പം പറ്റൂല എന്ന് പറയാൻ മേലായിരുന്നു. നിന്നെ ഓട്ടേട്ടാ നീ മിണ്ടരുത്. മണ്ടന്മാരെ വാല് പോലെ കൊണ്ടുപോകുന്ന എല്ലാം വരുത്തി വെച്ചത് നീയാ. നിനക്കിതിൽ പങ്കുണ്ടോന്ന് അറിയണം. നിനക്ക് ആ പെണ്ണിനെ കേട്ടാൻ പൂതിയുണ്ടെങ്കിൽ നീ പോയെങ്കിൽ കിട്ടിയാ പോരെ. നമ്മുടെ കൊച്ചിനയിലേക്ക് വലിച്ചെടുക്കണോ? അയ്യോ അമ്മച്ചി, സത്യമായിട്ടും അല്ല, ഒരു വാശിക്ക് സംഭവിച്ചു പോയതാ. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു പുതിയ ചരിത്രമല്ലല്ലോ. ഇതേപോലെ ഒരു ബെറ്റിലല്ലേ പണ്ട് അപ്പൻ അമ്മച്ചീനെ പേരാമ്പ്രയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ആരും പേടിക്കണ്ട, കളി ജയിപ്പിക്കേണ്ടത് എങ്ങനെന്ന് ബോസ്കോയ്ക്ക് അറിയാം. ആര് ജയിച്ചാലും തോറ്റാലും വേണ്ടില്ല, എന്റെ കൊച്ചിന്റെ ഇഷ്ടത്തിനെതിരെ എന്തേലും നടന്ന എല്ലാത്തിനെയും അരിഞ്ഞു കളയും ഞാൻ. ഇറങ്ങി പോടാ, നിന്ന് വേർക്കാതെ പോടാ. ഓ. കുഞ്ഞമ്മ, ഇവനെ നമ്പാൻ കൊള്ളത്തില്ല. ആ ജിമ്മി പറഞ്ഞിട്ട് ഇവൻ കളിച്ചതാണോന്നാ എന്റെ സംശയം. പിന്നെ ചേട്ടാ, അട്ടയുടെ കണ്ണ് കണ്ടവനാ ഞാൻ. പണി വന്നാൽ ബോസ്കോ തടുക്കും. സത്യം പറ, ജിമ്മിയാണോ ഇത് ചെയ്യിച്ചത്? കൊച്ചൊരു ഫുള്ള് മേടിക്കാനുള്ള കാശ് തരും. ഇതും തല്ലാതെ നീ എന്നെ പിടിക്കണ. കാര്യം അറിയുന്നതിന് മുമ്പ് എന്നെ ലില്ലിക്കുട്ടിയുടെ പേര് പറഞ്ഞത് ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞ എന്നെ സംശയിക്കില്ലേ? എന്റെ ജിമ്മിച്ച കളി ജയിച്ചാലും തോറ്റാലും നിനക്കല്ലേ കോള്. അങ്ങനെ ആ നാറിക്ക് എന്റെ പെങ്ങളെ ഞാൻ കൊടുക്കൂല. അത് ശരി, നമ്മുടെ പെങ്ങന്മാരെ ആർക്കും കൊടുക്കൂല്ല. നാട്ടുകാരുടെ പെങ്ങന്മാരെ മൊത്തം നമുക്ക് വേണം താനും. കളി ജയിച്ച പ്രശ്നം തീർന്നില്ലേ? വാ, കവി ഉദ്ദേശം എന്താ? എന്ത്? ജാസ്മിനെ അടിച്ചു മാറ്റാനല്ലേ? അടിച്ചു മാറ്റാനോ? അല്ല, സ്വന്തമാക്കാനല്ലേ? അതെന്തായാലും നടത്തിയെടുത്തല്ലേ പറ്റൂ. നീ മറ്റേ വശം ചിന്തിക്കണ്ട. കളി ജയിക്കാനുള്ള തന്ത്രം മെനെ. പിന്നെ ജീവനോടിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും നിനക്ക് ചെയ്തു തരാൻ പറ്റും. കൊഴുമ്പ് മേടിക്കാനാ അവന്മാരും എന്നെ തല്ലി. എന്റെ പൊന്നു മോനെ, ഉമ്മ ചക്കരി, നീ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചിച്ചത് പെങ്ങളെ കെട്ടിക്കാനുള്ള മാർഗാണെന്ന് അമ്മച്ചിക്ക് ഇപ്പോഴല്ലയോ മനസ്സിലായത്. ഇനി എനിക്ക് അവളെ കുറിച്ചുള്ള ആദ്യം തീർന്നു, ഒരു പേടിയുമില്ല. നീ എന്തായാലും തോക്കും, ഇല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്ന അമ്മച്ചിക്ക് അറിയത്തില്ലയോ. മട ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, മത്തിക്കറിയുണ്ട്. വാടാ ജിമ്മി. ലില്ലിക്കുട്ടി, ജിമ്മിക്കുട്ടി. ഡേറ്റ് അറിയാതെ എങ്ങനെയാ അളിയാ, ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനാണ് വന്നത്. ഫൈനൽ എന്നാ പറഞ്ഞേ? അടുത്ത മാസം 1-ാം തീയതി. അപ്പോ വെള്ളിക്ക് വെള്ളി 29, ശനിക്ക് ശനി 30. 1-ാം തീയതി ഞായറാഴ്ച. അപ്പൊ അതിന്റെ അടുത്ത ഞായറാഴ്ച കല്യാണം നടക്കും. ആരുടെ കല്യാണം? നമ്മുടെ ലില്ലിക്കുട്ടിയുടെ വട്ടത്തിലെ ചെക്കനുമായിട്ട്. അല്ല, അതിനിപ്പോ ഞായറാഴ്ച കല്യാണം നടത്താൻ അച്ഛൻ സമ്മതിക്കോ? അരമനേതും എത്രാന്റെ പെർമിഷൻ എടുത്താ മതി. ജ്യൂസ് എടുക്കട്ടെടാ. പോയി ജ്യൂസ് കുടിക്കടാ. അരമനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എന്ത് കാര്യം? എന്താടോ ഇത്? പെറ്റച്ച് കല്യാണം നടത്താൻ നീ വേറെ ആളെ നോക്കിയാ മതി. ഈ വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്താകും. മാറാൻ കൊടുക്കും. വളഞ്ഞ വഴിക്ക് ആലോചിച്ച ഇത് നമുക്കും ഒരു ലോട്ടറി ചാൻസാ. നിനക്കെന്ത് മനസ്സിലായി? എന്റെ ചായ പൂത്ത കാശുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം വന്നാ നമുക്കും എന്തെങ്കിലും ഗുണം കാണിയല്ലേ? എന്ത് ഗുണം? അതിൽ ലില്ലിക്കുട്ടിക്കല്ലേ? പിന്നെ ഇടി പൊട്ടി കളിയുടെ റിസൾട്ട് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും ബെറ്റ് പിടിക്കാനോ. ബെറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഇത്തവണ ഒരു പിടി പിടിക്കും.